ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് വരാം, കായംകുളത്തോട്ട്. കാരണം അമ്മുക്കുട്ടി വരുന്നുണ്ട് ബോംബെയിൽ നിന്ന്. പിന്നെ അമ്മയെ കണ്ടിട്ടും കുറേശ്ശെ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഒരാഴ്ചയൊക്കെ പോയി ഒന്ന് നിന്നിട്ട് പതുക്കെ വരാം. അപ്പോൾ ഞാൻ എന്തായാലും തുണികൾ നനച്ചതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒതുക്കി വെക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാനില്ലാത്തതുകൊണ്ട് ഈ വക ജോലികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. ചുച്ചുകുട്ടൻ എന്താ എൻ്റെ തുണി വയ്ക്കുന്ന ഒരു ബാഗിൻ്റെ മുകളിൽ കിടന്ന് സുഖം ഉറക്കാം. പിന്നെ ശങ്കരിക്കുഞ്ഞ് ഞാൻ ഏത് റൂമിലുണ്ടോ അവൾ അതുപോലെ ആ മുറിയിൽ തന്നെ കാണും, എൻ്റെ പാലുവാസുവിനെ പോലെ പാവം എൻ്റെ പുറകെ നടക്കും. ഇതാ ഈ മുറിയിൽ അലമാരിയിൽ തുണി വയ്ക്കാൻ വന്നപ്പോൾ നമ്മുടെ ഡോഗി മഴയത്ത് സുഖമായിട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇത് ഞാൻ ഈ സാരിയുടെ കൂടെ ഈ ബ്ലൗസ് ചേരുമോ എന്നൊക്കെ വെച്ച് നോക്കിയതാണ് കേട്ടോ, നാട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഇതെൻ്റെ ക്വീൻസിൻ്റെ സാരിയാണ്. ശങ്കരിക്കുഞ്ഞിപ്പം എൻ്റെ കൂടെ എൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കുന്നത്. അവൾക്ക് സെപ്പറേറ്റ് കൊടുത്താലും എൻ്റെ പ്ലേറ്റിൽ വെറൈറ്റി കറികളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി നേരെ ഇങ്ങ് വരും, എന്നിട്ട് ഇവിടെ നിന്നാണ് ആഹാരം കഴിപ്പ്. ക്വീൻസ് ക്രസ്റ്റ് ബൈ KP എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജാണ്. ചെറിയൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്, സാരീസ് ആൻഡ് ജ്വല്ലറീസ് ഒക്കെ ആയിട്ട്. ശങ്കരിക്കുഞ്ഞ് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി കുറേ നേരം അവൾ അതും കൊണ്ട് കളിയായിരുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കി. ഈ ഉടുപ്പ് അമ്മ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അമ്മുവിനെ കൊണ്ടാക്കാൻ ബോംബെ പോയപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സാണ്. കുറച്ച് വലുതായിരുന്നു, എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറും അതിൽ ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അവൾക്ക് അങ്ങ് ഇടിപ്പിച്ച് കൊടുത്തതാണേ. പിന്നെ കുട്ടിശങ്കരിക്ക് സെൽഫി ക്യാമും കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫോൺ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഭാവാഭിനയങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അവളങ്ങനെ എന്തൊക്കെയോ കുറച്ച് നാക്ക് നീട്ടിയൊക്കെ കളിക്കുന്നു, കയ്യും കാലും ഇളക്കി കളിക്കുന്നു. കാർട്ടൂണൊക്കെ കണ്ട് അതുപോലത്തെ ഡാൻസും സ്റ്റെപ്സും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്തായാലും. ചുച്ചാപ്പിയേ കുട്ടനെ ചെങ്കടി ചുച്ചുവ. അയ്യ നല്ല ശരി. അയ്യപ്പ ആ വരവ് എന്തായാലും ആശാട്ടിയും പാല് കുടിച്ച് നല്ലപോലെ ഉറങ്ങി. ചുച്ചുത അവൻ്റെ പൊസിഷനൊക്കെ മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ശങ്കുവിന് കണ്ണെഴുതി പിരികമൊക്കെ വരച്ച് നല്ല കുത്തൊക്കെ ഇട്ട് അവളെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിക്കുട്ടിയാക്കി കിടത്തി. ഉറങ്ങുമ്പോഴേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ, ഉണർന്ന് നിൽക്കുമ്പോൾ ആശാട്ടി സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ടതാണ്. ഓൾറെഡി മഴയൊക്കെ പെയ്ത് കുറേ കരിയില ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസം ആയതുകൊണ്ട് തൂക്കാനും എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് മെസ്സായിരിക്കും. അതുകൊണ്ട് ഉള്ള പൊടിയും അഴുക്കും കരിയിലയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. ശങ്കരി പെട്ടെന്ന് എഴുന്നേറ്റു. തൂത്തുവാരി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോഴൊക്കെ അവൾ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഓരോന്ന് അരിഞ്ഞും പെറുക്കിയൊക്കെ സവാളയോ തക്കാളിയോ ഒക്കെ കൊടുത്തും വർത്താനം പറഞ്ഞും കിന്നരിച്ച് അവൾ അങ്ങിരുന്നോളും കൂടെ. വലിയ വഴക്കും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. ഇത്ര സമയം മതി, പെട്ടെന്ന് കുറുക്കാവും. റാഗി കുറുക്ക് പെട്ടെന്ന് തിളയ്ക്കും. അതുകൊണ്ട് അത് ഉണ്ടാക്കാനും കുഞ്ഞിന് കൊടുക്കാനും ഇഷ്ടം. അവൾക്കും ഇഷ്ടമാണ് കഴിക്കാൻ. ശർക്കര അങ്ങനെ പോകാൻ സമയമായപ്പോഴത്തേക്കും ഞാനും പതുക്കെ എൻ്റെ മേക്കപ്പൊക്കെ തുടങ്ങി. കണ്ണെഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് TV-യിൽ ഫ്രോസൺ മൂവിയിലെ പാട്ട്. പണ്ട് സ്കൂൾ വിട്ട് വന്ന് നേരെ ഞാനും അനിയത്തിയും ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സിനിമയാണ് ഫ്രോസൺ കേട്ടോ. അപ്പോൾ ശങ്കരിക്കുഞ്ഞ് അത് കാണുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ശങ്കരിക്കും ഡിസ്നി മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവളുടെ കൂടെ ഞാനും സിനിമ കാണാറുണ്ട്. പിന്നെ ഈ ഒരു ശീലം റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. വലിയ പൊട്ട് തൊടുക, പിന്നെ വലിയ പൊട്ട് ഒട്ടിക്കുന്നതല്ല, അല്ലാതെ ശിങ്കാറ് കൊണ്ട് തന്നെ വരച്ച് തൊടുക എന്നൊക്കെ ഉള്ളത്. എന്തോ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം. എന്നെ കുറേ പേര് കളിയാക്കും, എന്തിനാ ഇങ്ങനെ അമ്മച്ചിമാരൊരുങ്ങുന്ന പോലെയൊക്കെ ഒരുങ്ങുന്നത് എന്നൊക്കെ.
എന്തോ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം, നാളെ ചിലപ്പോൾ ഈ ഇഷ്ടം മാറിയേക്കാം, അതൊന്നും പറയാൻ പറ്റത്തില്ല. മനനം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ, അത് മാറി തിരിഞ്ഞൊക്കെ വരണമല്ലോ, അതല്ലേ ലൈഫിൻ്റെ ഒരു രസം. എന്നും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ എന്താ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ശങ്കരിക്കുഞ്ഞിങ്ങനെ വന്ന് സൈഡിൽ നിൽക്കും കേട്ടോ. അവൾക്ക് ഈയിടെയായിട്ട് ഈ മേക്കപ്പ് കാര്യങ്ങളിലൊക്കെ ഇച്ചിരി താല്പര്യം കൂടുതലായതുകൊണ്ട് പുള്ളിക്കാരിയെ എടുത്ത് വെച്ച് ഞാനും കുറച്ച് വാസലിൻ്റെ ആ ഒരു ചെറിയ ക്രീം അവളുടെ ചുണ്ടിലിട്ട് കൊടുക്കുന്ന പോലെ കാണിച്ച് അവളെ പറ്റിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ എക്സ്പ്രഷനൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്, ലാക്മിയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ന്യൂഡ് ട്വിസ്റ്റ്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ് കളറാണ്. ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ കളർ. എന്നേക്കടാ കുഞ്ഞിനെയും കൊണ്ടുള്ള യാത്രകളിലും പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകളിൽ എനിക്ക് സാരിയാണ് ഏറ്റവും കംഫർട്ടബിൾ. പിന്നെ ഞാൻ പണ്ടേ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ഉടുക്കാൻ. അപ്പം കോളേജിൽ പഠിക്കുമ്പോഴും പിന്നീട് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ സാരീസ് കൂടുതൽ ഉടുക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കത് വളരെ കംഫർട്ടബിളാണ്, കൺവീനിയൻ്റ് ആണ്, ഉടുക്കാൻ അധികം സമയവും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ പാലൊക്കെ കൊടുക്കാൻ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ചുരിദാറാണെങ്കിലും ടോപ്പാണെങ്കിലും സിബ് വേണം, സിബ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഉള്ളൊരു പാടും ബുദ്ധിമുട്ടും എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അങ്ങനെ പിന്നെ സാരിയൊക്കെ കൊടുത്തു. ഇതെൻ്റെ ക്വീൻസ് ക്രസ്റ്റിൻ്റെ തന്നെ സാരിയാണ്, ഒരു ഖാദി സാരിയാണ്, ബ്ലാക്ക് കളറ്. പിന്നെ എൻ്റെ ക്രിസ്റ്റൽസൊക്കെ ഇട്ടു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീൻ ഒരുക്കം എന്ന് പറയുന്നത്. കമ്മൽ സെലക്ട് ചെയ്തു. പിന്നെ ആസ് ഓൾവേസ് ജിമിക്കും കമ്മലുമാണ് നമ്മുടെ ഗോ ടു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഓക്സിഡൈസ്ഡ് ആൻഡ് സിൽവർ ജ്വല്ലറി എത്ര വർഷങ്ങളായാലും കയ്യിൽ തന്നെ ഇരിക്കും, ചീത്തയാവത്തില്ല, കേടൊന്നും ആവത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കെയർ കൊടുത്താൽ മതി, അത് എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെ ഞാൻ എൻ്റെ ശങ്കരിക്കുഞ്ഞിനെയൊക്കെ എടുത്തു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ശങ്കരിക്കുഞ്ഞ് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇച്ചിരി ഉറക്കം വന്നിട്ട് വീണ്ടും മൂഡ് ഓഫാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറ കണ്ടു കഴിയുമ്പോൾ ആളെ ഹാപ്പി ആവുമല്ലോ. അങ്ങനെ ഞാൻ ബാഗിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ, എൻ്റെ ഹാൻഡ് ബാഗിൽ കുഞ്ഞിൻ്റെ കുറച്ച് വെള്ളം, പിന്നെ മസ്ലിൻ ക്ലോത്ത്സ്, മുഖം തുടയ്ക്കാനുള്ള ടവൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിലെടുത്തു. പിന്നെ എൻ്റെ പേഴ്സ്, ചാർജേഴ്സ്, ഹെഡ്സെറ്റ്, ഫോൺ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഹാൻഡ് ബാഗിലല്ലേ എല്ലാവരും വയ്ക്കുന്നത്, ഞാനും അതുപോലെ തന്നെ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തെടുത്തു. ചുച്ചുക്കുട്ടനോട് യാത്ര പറഞ്ഞു. ഇനി ഒരാഴ്ച വീട് നോക്കിക്കോണമെന്നൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് വരുന്നത്. ഏട്ടനുണ്ടാവും, ഞാനും കുഞ്ഞും മാത്രമാണ് പോകുന്നത്. പാവ എന്നാലും ചീറിപ്പാഞ്ഞ് എൻ്റെ പുറകെ വരുന്നുണ്ട്. യാത്ര കഴിക്കാൻ വരിക. ഇത് കന്നിപ്പൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ. കുഞ്ഞമ്മി എവിടെ പോവാ? ടാറ്റ പോവാണോ? ആണോ? ഹായ് ടാറ്റ. ഉണ്ണേട്ട ഇതൊക്കെ കാണുന്നുണ്ട്. ടാറ്റ. നമ്മൾ അമ്മമ്മയെ കാണാൻ പോവാണ്, കുഞ്ഞമ്മയെ കാണാൻ പോവാണ്. ഇന്ന് ശങ്കരി കാറിൽ ഒരുപാട് നേരം ബഹളം എല്ലാം കഴിഞ്ഞ് വീടെത്താറായപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. കറ്റാനം ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഞങ്ങളൊരു കടയിൽ നിർത്തി ജ്യൂസൊക്കെ കുടിക്കാൻ. ആ സമയത്ത് വിഷ്വൽസ് ചെയ്ത് വണ്ടി നിർത്തിയതും അവൾ വീണ്ടും ചാടി എഴുന്നേറ്റു. അങ്ങനെ വീട്ടിലെത്തി. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് മഴ പെയ്തത്. എന്നാലും ശങ്കരിക്കുഞ്ഞ് പിന്നെ വന്ന ഉടനെ തന്നെ അവളുടെ ഒരു ബോളൊക്കെ കണ്ടുപിടിച്ച് അത് ഉരുട്ടി അവിടെ കളിയൊക്കെ തുടങ്ങി ഓൾറെഡി. പിന്നെ അമ്മ ഇന്ന് നല്ല ചക്ക അവിയലും മത്തി കറിയും എല്ലാം വെച്ച് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാപ്പി. ഇന്നിതാ ഇവിടെ അമ്മയുടെ നിശാഗന്ധിയൊക്കെ പൂത്തു. വലിയ ഫ്ലവേഴ്സായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഏകദേശം ഒരു 6-7 പൂക്കളുണ്ടായിരുന്നു ഇന്ന് ഈ ചെടിയിൽ. ആ ഒരു മഴയുടെ ബാക്ക്ഗ്രൗണ്ടും നിശാഗന്ധിയും അതിൻ്റെ നല്ല നല്ല ഗന്ധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ്, അതിൻ്റെ ഒരു അടിപൊളി ഫ്രേഗ്രൻസാണ്. അപ്പോൾ അതും കൂടെയൊക്കെ ആയിട്ട് ഒരു നല്ല വാം വെൽക്കമായിരുന്നു. വാമല്ല, ഒരു കോസി വെൽക്കമായിരുന്നു ഞങ്ങൾക്ക് ഇന്നിവിടെ കിട്ടിയത്. എന്തായാലും അതും കുറച്ചും കൂടെ സന്തോഷത്തിനുള്ള വകയായി. അതായത് അമ്മയുടെ മണി പ്ലാന്റ് ആണേ. അമ്മ താഴെ നിന്ന് നമ്മുടെ ഡ്രസ് വർക്ക് ചെയ്ത് ആ പില്ലറിൽ കയറൊക്കെ കെട്ടി മുകളിലേക്ക് നല്ലപോലെ കയറ്റി വിട്ടതാണ്. ചെലന്തി കണ്ടില്ല. ചെലന്തി ആ ഫ്രണ്ടിലത്തെ രണ്ട് കാല് വീതം ഒട്ടിയിരിക്കുക. ചെലന്തി വായോ വായോ വായോ. അമ്മൂമ്മ ഉറങ്ങി.
സമയം എത്ര ആയെന്ന് കണ്ടോ? മണി 11:30. അമ്മൂമ്മ ഉറങ്ങണ്ടേ? അമ്മൂമ്മ ഉറങ്ങി. കണ്ടോ മാസുവിന് ശംഖുവിനെ പേടി. അയ്യോ മാസു ഓടിപ്പോയി. ഡിയങ്കാരി നീ മാസുവിനെ അടിച്ചോ? മാസു പേടിച്ച് ഓടി. കണ്ടോ കഷ്ടം. അപ്പയുടെ കണ്ണേ ചക്കര മാസുവേ. മാസു പൂച്ചയാണേ. മാസു പൂച്ച. ശംഖുവേ കുവി 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 കുവി. ഓ ആ അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയോ? വാ താഴെ വാ, ഇറങ്ങി വാ, ഓടി വാ. മാസു കുഞ്ഞേ. ശങ്കരി കുഞ്ഞ് നാട്ടിലെത്തി അമ്മുമ്മയും മാസുവിനെയും പിന്നെ വീടും മുറ്റവും എല്ലാം കണ്ടതിൻ്റെ ഹാപ്പി എക്സൈറ്റ്മെൻറ്റിൽ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ ഇന്നത്തെ. എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ബൈ. ടാറ്റാ.